ഒരിക്കൽ ഒരു ഗുരുവിനോട് ശിഷ്യൻ പരാതി പറയുന്നു. ഗുരു, ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടും എൻ്റെ പ്രാർത്ഥനയ്ക്കൊന്നും ദൈവം ഉത്തരം തരുന്നില്ല. ഗുരുമൊഴി ഇപ്രകാരമായിരുന്നു: ദൈവം നിന്നോട് സംസാരിക്കുന്നുണ്ടായിരുന്നു, നീ കേട്ടില്ല. പിന്നെയും 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 ദൈവം സംസാരിച്ചു, അപ്പോഴൊന്നും നീ ദൈവത്തെ കേട്ടില്ല. കാരണം നീ പ്രാർത്ഥിക്കുന്ന തിരക്കിലായിരുന്നു. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഇതൊക്കെ തന്നെയല്ലേ? ഒരുപാട് പ്രാർത്ഥനയുടെ വാറോലകളും നിവേദനങ്ങളും ഒക്കെയായി നാം ഓരോരുത്തരും ദൈവത്തിങ്കിലേക്ക് ചേരുമ്പോൾ പലപ്പോഴും ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാനായിട്ട് നമുക്ക് മനസ്സുണ്ടാവുന്നില്ല, സാഹചര്യം ഉണ്ടാവുന്നില്ല, നമുക്ക് സാധിക്കുന്നില്ല. നാം ഇങ്ങനെ ഓരോ ആവശ്യങ്ങളുടെ നിവേദനങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാനായിട്ട് നമുക്ക് മനസ്സുണ്ടാവട്ടെ. അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവനെ ദൈവം ശാസിക്കുന്നുണ്ട്, അവനെ വിട്ടുപോകാൻ പറയുന്നുണ്ട്. ലഗിയോൻ എന്നാണ് അവൻ്റെ പേര്. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിത മേഖലയിലും ലഗിയോന്മാരുടെ വലിയ ആവാസമുണ്ടാവുന്നുണ്ട്. ദൈവത്തിൻ്റെ വാക്കുകൾ കേൾക്കുവാൻ മനസ്സുണ്ടാവാതെ പലപ്പോഴും മറ്റ് കർമ്മങ്ങളിലേക്ക് നാമൊക്കെ പോകുമ്പോൾ നമുക്ക് സംഭവിക്കുക ഇതുപോലെയുള്ള പാളിച്ചകളൊക്കെയാണ്. അവൻ ചോദിക്കുന്നുണ്ട്, ഗുരു, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? സ്നേഹമുള്ളവരെ, പലപ്പോഴും നമ്മുടെ ജീവിത മേഖലയിലും തിരുത്തലുണ്ടാകുമ്പോൾ നമ്മുടെ ചോദ്യം ഇതൊക്കെ തന്നെയാണ്: നീ എന്തിന് എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നു? നാമൊക്കെ വെറുതെ പ്രാർത്ഥിക്കുന്നവരാണെന്ന് മാത്രം പറയുവാൻ പരിശ്രമിക്കാതെ ഓരോ പ്രാർത്ഥനയും ആത്മാർത്ഥമാകുവാനും ഓരോ പ്രാർത്ഥനയ്ക്കുമുള്ള ഉത്തരവും ദൈവം സമ്മാനിക്കുന്നുണ്ട്. ദൂത് വഴിയാവാം, അറിവുള്ളവർ വഴിയാവാം, മുതിർന്നവർ വഴിയാവാം, അധ്യാപകർ വഴിയാവാം, ഇടവകയിൽ നിന്നാവാം. നന്മയുടെ ഭാഷണങ്ങളൊക്കെ ദൈവികമാണ് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ഓരോ പ്രാർത്ഥനയും അർത്ഥപൂർണമാകുവാനും പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം കിട്ടുമ്പോൾ അവ തിരിച്ചറിഞ്ഞു പോകുവാനുള്ള കൃപ തരണമേ എന്നും, ജീവിത മേഖലയിൽ എവിടെങ്കിലുമൊക്കെ പൈശാചികമായ ശക്തികൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, ലഗിയോന്മാരുടെ ആവാസം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവയെ വിട്ടുപേക്ഷിച്ചുകൊണ്ട് ദൈവത്തിന് പ്രിയപ്പെട്ട ഇടമായി നമ്മുടെ ജീവിതത്തെ, മനസ്സിനെ, ശരീരത്തെ മാറ്റിയെടുക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.